ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നാം സൂക്ഷിക്കേണ്ട 3 വസ്തുക്കളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ചില വിശുദ്ധ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വീടിന് സംരക്ഷണവും കുടുംബാംഗങ്ങൾക്ക് ആത്മീയമായ പോരാട്ടത്തിൽ വിജയിക്കാനുള്ള ശക്തിയും നൽകുന്നു. ഏതൊക്കെയാണ് വീട്ടിലുണ്ടായിരിക്കേണ്ട വിശുദ്ധ വസ്തുക്കളെന്ന് ഞാൻ പറയാം. 1. വെഞ്ചിരിച്ച വെള്ളം. വെഞ്ചിരിച്ച വെള്ളത്തിന് 2 തരം അർത്ഥമുണ്ട്. ഒന്ന്, നമ്മൾ സ്വീകരിച്ച മാമോദീസായുടെ ഓർമ്മ ഉണർത്തുന്നു. 2, ആത്മീയമായ വിശുദ്ധീകരണത്തിന് അത് സഹായിക്കുന്നു. സാത്താനുമേൽ വിജയം വരിക്കാനുള്ള വലിയ ശക്തി വെഞ്ചിരിച്ച വെള്ളത്തിനുണ്ട്. വീട്ടിൽ ഇടയ്ക്കിടെ വെഞ്ചിരിച്ച വെള്ളം തളിച്ച് പ്രാർത്ഥിക്കുന്നതും രോഗികളായവർക്ക് നൽകുന്നതും ഗുണം ചെയ്യുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. 2 വേണ്ടത് വെഞ്ചിരിച്ച ഉപ്പ്. കത്തോലിക്ക വീടുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വെഞ്ചിരിച്ച ഉപ്പ്. തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ ആയുധമാണ് വെഞ്ചിരിച്ച ഉപ്പ്. 3, ക്രൂശിത രൂപം. ക്രിസ്തു രൂപം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം മാത്രമല്ല, അത് ആത്മീയ ശത്രുക്കളെ നിലംപരിശാക്കാനുള്ള ആയുധം കൂടിയാണ്. അതുകൊണ്ട് വീട്ടിലെ ഓരോ മുറിയിലും ക്രൂശിത രൂപം ഉണ്ടായിരിക്കണം. വിശുദ്ധ ജലത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് ഞാനൊന്ന് പറയാം. കത്തോലിക്ക സഭ ആരംഭം മുതലേ ജനത്തെ വിശുദ്ധീകരിക്കുവാനും വീടുകളും വാഹനങ്ങളും വെഞ്ചിരിക്കാനും വിശുദ്ധ തൈലം അഥവാ ഹന്നാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഹന്നാൻ വെള്ളം തൊട്ട് കുരിശു വരയ്ക്കുന്നതും സാധാരണമാണല്ലോ. പ്രധാനമായും പൈശാചിക ശക്തികളെയൊക്കെ തുരത്താൻ വേണ്ടി നമ്മൾ ഹന്നാൻ വെള്ളം ഉപയോഗിക്കും. കത്തോലിക്ക സഭയിലെ പ്രസിദ്ധ മിസ്റ്റിക്കായ ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെയാണ്. പൈശാചിക ആക്രമണത്തെ നേരിടാനായിട്ട് വിശുദ്ധ ജലം തെരേസ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ചാപ്പലിൽ രാത്രി പ്രാർത്ഥിക്കാൻ എത്തിയ തെരേസയുടെ മുൻപിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ പ്രാർത്ഥന മുടക്കാൻ കച്ച കെട്ടി വന്ന അവനെ തൊട്ടടുത്ത് കണ്ട വിശുദ്ധ ജലസംഭരണിയിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് തളിച്ച് സാത്താനെ ഓടിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് നിരന്തരം ഈ വിശുദ്ധ ജലം നമ്മൾ ഉപയോഗിക്കുന്നത് സഹായകരമാണ്. വിശുദ്ധ ജലം ആശീർവദിക്കുന്ന സമയത്ത് ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയിൽ പിശാചിനെയും മറ്റ് അശുദ്ധാത്മാക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തി നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രലോഭന അവസരത്തിൽ വിശുദ്ധ ജലം തൊട്ട് നെറ്റിയിൽ കുരിശു വരച്ചാൽ നമുക്ക് ദൈവിക സംരക്ഷണം ലഭിക്കും. ഏതെങ്കിലും മുറി അല്ലെങ്കിൽ വസ്തു നിനക്ക് പ്രലോഭന കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെയും വിശുദ്ധ ജലം തളിക്കാവുന്നതാണ്. ഇനി രോഗമകറ്റാനായിട്ടും ഈ ഹന്നാൻ വെള്ളം ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ജലപരികർമ്മ പ്രാർത്ഥനയിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിൽ വിശുദ്ധ ജലം ഉപയോഗിക്കാവുന്നതാണ്. വേദനകളിലും ഉണങ്ങാത്ത മുറിവുകളിലും ഈ വിശുദ്ധ ജലം ഉപയോഗിച്ച് സൗഖ്യം നേടാം. മറ്റൊന്ന്, പാപപൂർത്തിക്കും കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിനും നമ്മൾ ഈ വിശുദ്ധ ജലം ഉപയോഗിക്കും. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നുണ്ട്, വിശുദ്ധ ജലം തളിക്കപ്പെടുന്നതിലൂടെ ലഘുപാപങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്നു. പക്ഷേ കുമ്പസാരിക്കാനുള്ള അവസരം ലഭിച്ചാൽ പാപങ്ങൾ ഏറ്റുപറയുന്നതിനാണ് മുൻഗണന. ഇങ്ങനെ വിശുദ്ധ ജലം തളിച്ച് പാപമോചനം നേടുമ്പോൾ ഒരുവന്റെ വിശ്വാസവും പശ്ചാത്താപവും വളരെ പ്രാധാന്യമുള്ളതാണ്. മറ്റൊന്ന്, നമുക്ക് കൃപകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ ജലം ഉപയോഗിക്കാം. പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും മുൻപ് വിശുദ്ധ ജലം ഉപയോഗിച്ചാൽ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള കൃപ ലഭിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തമായിരിക്കുവാനുള്ള കൃപയും വിശുദ്ധ ജലം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ 3 വസ്തുക്കൾ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. വെഞ്ചിരിച്ച വെള്ളം, വെഞ്ചിരിച്ച ഉപ്പ്, ക്രൂശിത രൂപം. ഈ 3 വിശുദ്ധ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിലൂടെ വീടിന് സംരക്ഷണവും കുടുംബാംഗങ്ങൾക്ക് ആത്മീയമായ പോരാട്ടത്തിൽ വിജയിക്കാനുള്ള ശക്തിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.